മീഡിയസിലേക്ക് സ്വാഗതം. മനോരഥങ്ങൾക്ക് വിശേഷം ചർച്ചാ വിഷയമാകുന്നത് എം ഡിയുടെ രണ്ടാം ഊഴത്തെക്കുറിച്ചാണ്. ഇത് സിനിമയായി പുറത്തു വരുമോ എന്നുള്ളൊരു ചോദ്യം. ഏറെ നാളുകൾക്ക് മുമ്പ് മോഹൻലാലും ശ്രീകുമാറും ചേർന്നിട്ട് ഈ ഒരു സിനിമ വരുമെന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പിന്നീട് എം ഡി തന്നെ ആ തിരക്കഥ തിരിച്ച് ചോദിച്ച് വാങ്ങുന്ന കാര്യങ്ങൾ. കാരണം അത് ശ്രീകുമാർ മേനോന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നൊരു ചോദ്യമായി നിൽക്കുകയാണ് എം ഡിയുടെ ഏറ്റവും മികച്ച, ഏറ്റവും പ്രശസ്തമായ രണ്ടാം ഊഴം സിനിമയായി വരുമോ എന്നുള്ളത്. അത് എം ഡി സാറിൻ്റെ മകൾ തന്നെ പറയുന്നു അത് ഉപേക്ഷിച്ചിട്ടില്ല, അത് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഡയറക്ടറെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ആ സിനിമ നടക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത് എം ടി ഹരിഹരൻ ടീമിൽ ഒരു സിനിമ വരിക എന്നുള്ളത്. അവിടെ ഒരു ചോദ്യം വരികയാണ്. നമ്മൾ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു ചരിത്ര സിനിമ വരുമ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൽ തന്നെ വരണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ മലയാളത്തിൽ നിന്നുള്ളതായിരിക്കില്ല, മറ്റ് ഇതര ഭാഷകളിൽ നിന്നുള്ള ഒരു ഡയറക്ടർ വന്നുകൂടായി എന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആരായിരിക്കും ഭീമൻ എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി ഒരു ഉത്തരം കിട്ടിയതാണ്. മോഹൻലാലിനെ വെച്ചിട്ട് ശ്രീകുമാർ മേനോൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു, ഭീമനായി മോഹൻലാൽ വരുന്നു. നമ്മളെല്ലാവരും ആഘോഷിച്ച ഒരു കാര്യമാണെങ്കിൽ പിന്നീട് അത് നടക്കാതെ വന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങളായി, 2007-8 കാലഘട്ടം മുതൽ ചർച്ചാ വിഷയമായി ഇന്ന് 2024 അത് നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. വീണ്ടും ആ ഒരു പ്രതീക്ഷ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മമ്മൂട്ടി ആയിരിക്കുമോ അതോ മോഹൻലാൽ ആയിരിക്കുമോ ഭീമൻ എന്നുള്ളതാണ്. ഒരു ഗുരുദക്ഷിണ പോലെ, സ്വന്തം മാനസപുത്രനെ പോലെ നമുക്ക് അറിയാം മമ്മൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഒരു പക്ഷേ അത് മമ്മൂട്ടിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. ഒരു പക്ഷേ നമ്മളും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ്. എം ഡി ഹരിഹരൻ മമ്മൂട്ടി ടീമിൽ രണ്ടാം ഊഴം വരികയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമാകും. ഇനിയും മോഹൻലാൽ ആണെങ്കിലും അതൊരു ചരിത്രമാകും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി. ഇവരെല്ലാവരും ചെയ്താലും അതിൻ്റെ മുകളിലേക്ക് മനോഹരമാക്കാൻ ഇന്ത്യൻ സിനിമയിൽ വേറെ നടന്മാരില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കാത്തിരിക്കാം. ഇതൊക്കെ റൂമറായിട്ട് തന്നെ നിൽക്കുന്നുള്ളൂ. ഇതൊരു ഉപേക്ഷിച്ചിട്ടില്ല, അതിനു വേണ്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. അവിടെ നമ്മൾ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇവരിൽ ആരായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ ആരായിരിക്കുമെന്നുള്ള കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. മീഡിയാസ്.